തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് രണ്ടുപേർ മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി മൈക്കിൾ ജോസഫ് എന്നിവരാണ് മരിച്ചത്. 3 പേർ രക്ഷപ്പെട്ടു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നു. ഉമേഷ്, ഈ അപകടത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരം നമുക്ക് ലഭിച്ചോ? മുതലപ്പുഴയിൽ നിന്നാണ് ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നത്. പറയൂ ഉമേഷ്. എന്തായാലും ഏറ്റവും നമ്മളിപ്പോൾ മുതലപ്പുഴയിലെത്തി. ഇതിൽ അഴിമുഖത്താണ് ഈ അപകടം നടക്കുന്നത്. ഈ വൈകിട്ട് ഏകദേശം 6:40 കൂടി മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവെയായിരുന്നു ഈ അപകടം. അപ്രതീക്ഷിതമായി തിര ഉയരുകയായിരുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. പിറകിൽ നിന്ന് അപ്രതീക്ഷിതമായി വലിയൊരു തിര വരുന്നു. ഈ വള്ളം തകർന്ന് മുന്നിലേക്ക് വീഴുന്നു. എന്തായാലും അതിൽ നിന്ന് രക്ഷപ്പെട്ട 3 പേർ ഇപ്പോൾ സുരക്ഷിതരാണ്. 2 പേർ മരിച്ചു. 2 പേരുടെ മൃതദേഹം ഇപ്പോൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലുണ്ട്. പ്രദേശവാസികൾ ചേരുന്നുണ്ട്. ചേട്ടാ, ഈ അപകടം വൈകിട്ട് കണ്ടിരുന്നോ? എന്തായിരുന്നു സംഭവിച്ചത്? ഇതിപ്പോൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ഈ അപകടം സംഭവിച്ച് 2 പേര് മരണപ്പെട്ടു. ഇപ്പോൾ ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ട് 2 പേര് അടുത്ത വെള്ളത്തിൽ കയറി. അവരിപ്പോഴും കടലിലാണ് ഉള്ളത്. മറ്റേ മറിഞ്ഞ വെള്ളം നിവർത്താൻ ശ്രമിക്കുകയാണ്. അതെ, അതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ കടലിലാണ് ഉള്ളത്. അവർ കര വന്നിട്ടില്ല. അപ്പോൾ അതാണിപ്പോൾ നിലവിലുള്ള സ്ഥിതി. ഒരാൾക്ക് ചെറിയൊരു ഫ്രാക്ചറുണ്ട്, കാലിന് മുറിവ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് വീട്ടിൽ. നിലവിൽ കുറച്ച് ദിവസമേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അല്ലേ? അത് വീണ്ടും കടൽക്ഷോഭമായി. ഈ കടൽക്ഷോഭത്തിൻ്റെ ഇതല്ലേ യഥാർത്ഥത്തിൽ ഈ പൊഴി മുറിച്ച സമയത്ത് ഇവർ മണൽ ഡ്രഡ്ജ് ഇതുവരെ നടത്തിയിട്ടില്ല. അന്ന് ഈ പൊഴി മുറിച്ച സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഈ കുന്നുകൂടിയിട്ടിരുന്ന മണൽ മാറ്റാൻ. അന്ന് അവർ തയ്യാറായിരുന്നില്ല. അത് തയ്യാറാവാത്തതിൻ്റെ പ്രതിഫലനമാണ് ഇത് കാണുന്നത്. അല്ലാതെ നമുക്കിപ്പോഴും കടലിന് ശോഭ എന്നുള്ള രീതിയിലല്ല. ആ രീതിയിലാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം. അന്ന് മണൽ ഡ്രഡ്ജിങ് നടത്തുക, അല്ലെങ്കിൽ കുന്നുകൂടിയിട്ടിരുന്ന മണൽ ഒഴിവാക്കാത്ത രീതിയിൽ പൊഴി മുറിച്ചപ്പോൾ ഉണ്ടായതാണ്. ബാക്കി പരിക്കേറ്റ 3 പേർക്കും വലിയ ഗുരുതരമായ പരിക്കല്ല അല്ലേ? 2 പേര്. ഒരാളിന് കുറച്ച് പരിക്കുണ്ട് കാലില്. മറ്റു 2 പേർക്കും കുഴപ്പമില്ല. അവർ നീന്തിയാണോ മറ്റു വെള്ളത്തിൽ? ഇപ്പം തുടർച്ചയായിട്ട് 1.5 ആഴ്ച കൊണ്ട് 13ഓളം അപകടങ്ങൾ ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുകയാണ്. പക്ഷേ ഇത് പിന്നെ പൈസ അനുവദിച്ചു. പക്ഷേ ഇതുപോലെ ഇതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നാഷണൽ ഹൈവേക്ക് കൊടുത്തെന്ന് പറഞ്ഞ് അതിന് ഏതവസ്ഥയിൽ നടക്കുമെന്ന് എപ്പോഴും നടക്കുമെന്ന് നമുക്കൊരു പിടുത്തവുമില്ല. എന്തായാലും SKN, ആശ്വാസകരമായ കാര്യം ഈ പരിക്കേറ്റതിൽ 2 പേർ, അതായത് കാണാതായി തിരച്ചിൽ നടത്തിയിരുന്ന 2 പേർ, അവർ സുരക്ഷിതരായി മറ്റൊരു വള്ളത്തിൽ കയറി എന്നുള്ളതാണ്. പരിക്കേറ്റ 2 പേർ, അതായത് മൈക്കിളും ജോസഫുമാണ് മരിച്ചത്. ജിനു ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. ജിനുവിൻ്റെ കാലിലാണ് പരിക്കുള്ളത്. ജിനുവിൻ്റെ പ്രാഥമിക ചികിത്സ ഇപ്പോൾ തുടരുകയാണ്. എന്തായാലും 2 പേരുടെ മരണം അത് ദാരുണമായ സംഭവമാണ്. ഇവിടെ നിന്ന് ഉച്ചയോടുകൂടി മത്സ്യബന്ധനത്തിന് പോകുന്നു. തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പിൽ ഇവിടുന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നു. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ എത്തുമ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഉമേഷ്, ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞോ? പരിക്കേറ്റത് ഒരാൾ ജിനു എന്ന ആളാണ്. ജിനുവിന് കാലിലാണ് പരിക്കേറ്റത്. അത് കാര്യമായി, അല്ലെങ്കിൽ അത്തരത്തിൽ അനുവിനാണ് പരിക്കേറ്റത്. അനു ഇപ്പോൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലുണ്ട്. അത് ഗുരുതരമായ പരിക്കല്ല, അതായത് ജീവഹാനി ഉണ്ടാവുന്ന രീതിയിലുള്ള പരിക്കല്ല. എന്തായാലും കാലിന് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ മറ്റു 2 പേർ, അതായത് ജിനു, സുജിത്ത് എന്നിവരാണ് നേരത്തെ വള്ളത്തിൽ നിന്ന് മറിഞ്ഞ് കാണാതായത്. പക്ഷേ അവർക്ക് വലിയ പരിക്കുണ്ടായിരുന്നില്ല. അവർ നീന്തി തന്നെ തൊട്ടടുത്ത മറ്റൊരു വള്ളത്തിലേക്ക് കയറാൻ കഴിഞ്ഞു. അതിനുശേഷം അവർ ഇപ്പോഴും അഴിമുഖത്ത് തന്നെ ഉണ്ട്. അഴിമുഖത്ത് ഈ മറിഞ്ഞ വള്ളം അത് നിവർത്താനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു. 2 പേരാണ് മരിച്ചത്. മൈക്കിൾ ജോസഫ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മൃതദേഹവും ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. SKN.